ഇന്ന് ഞാൻ ഒരു എഗ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ നിന്നും നല്ല വ്യത്യസ്തതയോടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുമല്ല, നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം വരും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എഗ് ബീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. നന്നായിട്ട് നമ്മളിത് പതിപ്പിച്ചെടുക്കണം, ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു കൈപ്പിടി അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാനിൽ വെച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുഴിയുള്ള ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉള്ളി ഇതുപോലെ അങ്ങനെ മേലേലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് അതൊന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഓംലേറ്റ് ഇവിടെ റെഡിയായി കിട്ടും. നല്ല അടിപൊളി ഓംലേറ്റ് ആണ്. ഒരു അടാറ് ഓംലേറ്റ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓംലേറ്റ് ഒരു 5 പേർക്കൊക്കെ ധാരാളമായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. അത്രയ്ക്കും നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഒന്നൊന്നായിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിലും നമുക്കൊരു 5 പോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്